സ്കൂളുകളിലും അങ്കണവാടികളിലും ഭക്ഷ്യ വിഷബാധ ഉണ്ടായ സാഹചര്യത്തിൽ ശക്തമായ നടപടികളുമായി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ. സ്കൂളുകളിലും അങ്കണവാടികളിലും ഭക്ഷ്യ വിഷബാധ ഉണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർക്കും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്കുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സ്കൂളുകളിലും അങ്കണവാടികളിലും ഭക്ഷണം ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശുചിത്വം കൃത്യമായി പാലിക്കണം. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ആഹാര സാധനങ്ങളും കുടിവെള്ളവും തുറന്നു വെക്കരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അങ്കണവാടിയിൽ നിന്ന് വിതരണം ചെയ്ത ഭക്ഷണം കഴിച്ചാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ എത്തി നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച അരി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കൊട്ടാരക്കര ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് 4 കുട്ടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇതേസമയം കായംകുളത്തും ഉച്ചക്കടയിലും ഭക്ഷ്യ വിഷബാധ ഉണ്ടായെന്ന സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജീവൻ ബാബു IAS-നാണ് അന്വേഷണ ചുമതല. 2 വിഷയങ്ങളെക്കുറിച്ചും പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കായംകുളം ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥം ഉണ്ടായിരുന്നു. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. LP സ്കൂളിൽ നിന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ സ്കൂളിൽ നിന്ന് അരി, മുളക് പൊടി എന്നിവയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി എടുത്തതിനു ശേഷം സ്റ്റോർ റൂം സീൽ ചെയ്തിരിക്കുകയാണ്. 5 ദിവസം സ്കൂൾ അടച്ചിടാൻ ആരോഗ്യ വകുപ്പിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ 5 ദിവസം അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചർച്ച നടത്തും.